Good morning all. Today's class we deals with the service costing. എന്താണ് സർവീസ് കോസ്റ്റിംഗ്? അപ്പോൾ സർവീസ് കോസ്റ്റിംഗ് എന്നുള്ള ടേമിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. സർവീസ് എന്ന് പറഞ്ഞ ഒരു ടേമുണ്ട്, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടേമുണ്ട്. എന്താണ് സർവീസ്? സർവീസ് മീൻസ് എ ഫങ്ഷൻ. ഇറ്റ് ഇസ് ആൻ ഓപ്പറേഷൻ പ്രൊവൈഡഡ് ബൈ ദ കമ്പനി ടു അതർ പേഴ്സൺ ഫോർ ബെനിഫിറ്റ് ഓർ നോട്ട് ആയിരിക്കും അല്ലേ. ഒന്നില്ലെങ്കിൽ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ അതിൻ്റെ ഭാഗമായിട്ടോ അല്ലേ കൊടുക്കുന്നതാണ്. ഇപ്പോൾ NGO ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ കൊടുക്കുന്നതാണ് സർവീസ് കോസ്റ്റിംഗ്. ഈ സർവീസ് കോസ്റ്റിംഗ് ഈസ് എ ഫങ്ഷനാണ്. സർവീസ് ഈസ് എ ഫങ്ഷനാണ് അല്ലേ, ഫങ്ഷൻ ഓർ ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പം അതിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. Cost of providing a service or function. Service costing is a cost of providing a service or function. So ഇതിന് നമുക്ക് വേറൊരു ഡെഫിനിഷൻ കൂടി പറയാം. It is the costing procedure used for determining cost per unit of services rendered. It is the costing procedure used for determining കണ്ടുപിടിക്കുന്നത് എന്ത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് സർവീസസ് റെൻഡേഡ്. ഒരു സർവീസ് റെൻഡർ ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് എത്ര പെർ യൂണിറ്റ് കോസ്റ്റ് ആകും എന്ന് കണ്ടുപിടിക്കണേനെ നമ്മൾ എന്ത് പറയും? കോസ്റ്റ് സർവീസ് കോസ്റ്റ് എന്നുള്ള ടൈമിൽ ഉൾപ്പെടുത്തും. നമ്മൾ മുന്നത്തെ ഇതിൽ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് എ സർവീസ് ഓർ ഫങ്ഷൻ. അപ്പം അതുകൊണ്ട് തന്നെ സർവീസ് കോസ്റ്റിങ്ങിന് പറയുന്ന പേരാണ് ഫങ്ഷൻ കോസ്റ്റിംഗ് ഓർ ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷൻ. സർവീസ് ഈസ് ആൻ ഓപ്പറേഷൻ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുക വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് ചോദിക്കും, വാട്ട് ഈസ് സർവീസ് കോസ്റ്റിംഗ് എന്നും ചോദിക്കാറുണ്ട്. അവ രണ്ടും ഒന്നാണ്, ഓർത്ത് വെച്ചേക്കുക. ഇറ്റ് ഈസ് സർവീസ് കോസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് എ സർവീസ് ഓർ ഫങ്ഷൻ or it is the costing procedure used for determining the cost per unit of services rendered. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ദെൻ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്? ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ വിച്ച് എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷന് മാത്രമേ ഈ സർവീസ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ത് ചെയ്യണ്ടു ഫോളോ ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ വരാം? ട്രാൻസ്പോർട്ടേഷൻ കമ്പനി, ടെലിഫോൺ കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, അങ്ങനെ അല്ല, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഇതെല്ലാം സർവീസ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുക. ഹോസ്പിറ്റലാകുമ്പോൾ പേർഷ്യൻ പെർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സർവീസ് കോസ്റ്റിംഗ് കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ഫീച്ചർ ഇറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് കോസ്റ്റിംഗ്. എന്താ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര രൂപ നമുക്ക് ചിലവ് വരും, ആ ചിലവ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഇവിടെ സർവീസ് എന്താ? കോസ്റ്റ് പെർ സർവീസസ് റെൻഡേഡ് ആണ്. സോ ഇറ്റ് ഈസ് റിസംബിൾസ് ഓർ ഈക്വൽ ടു യൂണിറ്റ് കോസ്റ്റിംഗ്. ക്ലിയർ? ആൻഡ് the next one is it is important the very important to distinct between fixed cost and variable cost. സർവീസ് കോസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണണം എന്നുള്ള കാര്യം സർവീസ് കോസ്റ്റിങ്ങിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് വെരി ഹൈ ഇൻ കേസ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് എപ്പോഴും എന്താണ് വളരെ കൂടുതലാണ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് യൂണിഫോം സർവീസസ് ആർ റെൻഡേർഡ് ടു ഓൾ കസ്റ്റമേഴ്സ്. ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുക, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസാണെന്ന് വിചാരിക്കൂ. ആ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കൊടുക്കുന്നത് എല്ലാവർക്കും എന്താ ഒരേപോലെയാണ്. സോ യൂണിഫോം സർവീസസ് ആർ റെൻഡേർഡ് ടു ഓൾ customers. Clear? These are the features of unit service costing. It is used by the organization which are engaged in rendering service. It is equals to unit costing or resembles to unit costing. Distinction between fixed cost and variable cost is very important in service costing. Fixed cost is high in case of service costing. Uniform services are rendered to all customers. ഇത്രയും ക്ലിയർ ആണല്ലോ? Then next
ആപ്ലിക്കേഷൻ ഓഫ് സർവീസ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിംഗ് എവിടേക്ക് ഉപയോഗിക്കുക? ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോട്ടൽസ്, ക്യാൻറ്റീൻസ്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ സർവീസസ്, എല്ലാം എന്തൊക്കെയാണോ നമുക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അവരെല്ലാവരും എന്ത് ചെയ്യും? സർവീസ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. യൂണിറ്റ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ് ഈസ് റിസംബിൾസ് ടു, അല്ലേ, ഇഫ് ഈക്വൽസ് ടു യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിരുന്നു. എന്നാലും അത് തമ്മിൽ എന്താ ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സർവീസ് കോസ്റ്റിങ്ങിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആകുമ്പോൾ പാസഞ്ചർ പെർ കിലോമീറ്റർ, അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കമ്പനി ആകുമ്പോൾ എന്താ കിലോ വാട്ട് പെർ അവർ, അല്ലേ, അവറിൽ ഉപയോഗിച്ച എന്താ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ഒരു കോമ്പൗണ്ട്, രണ്ട് യൂണിറ്റുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ സർവീസ് കോസ്റ്റിങ്ങിൽ ഉപയോഗിച്ചേക്കുന്നത്. അതേസമയം യൂണിറ്റ് കോസ്റ്റ് ആകുമ്പോൾ അവിടെ സിമ്പിൾ കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആകുമ്പോൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ തൂക്കം കിലോഗ്രാമിലോ ലിറ്ററിലോ ഒക്കെ നമ്മൾ പറഞ്ഞാൽ മതി, അല്ലേ, അതിൽ വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുക, അഡീഷനായിട്ട് ചേർക്കില്ല. സോ ഇൻ സർവീസ് കോസ്റ്റിംഗ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആർ യൂസ്ഡ്. ഇൻ യൂണിറ്റ് കോസ്റ്റിംഗ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആർ യൂസ്ഡ്. Second point is costs are analyzed into fixed and variable cost. It is very important to classify fixed cost and variable cost in case of service costing. എന്തുകൊണ്ടാണ്? അതിന് കാരണമുണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഈസ് വെരി ഹൈ ഇൻ സർവീസ് കോസ്റ്റിംഗ്. സോ it is important to analyze the cost into fixed and variable. അതേസമയം യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റിനെ തിരിച്ചേക്കണത് എങ്ങനെയാണ്? പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നാണ്. ഇതൊക്കെ നമ്മൾ എവിടെ പഠിക്കണേ? കോസ്റ്റ് ഷീറ്റിൽ പഠിക്കുന്നുണ്ട്, അല്ലേ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രകാരമാണ് യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മളെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതേസമയം സർവീസ് കോസ്റ്റിങ്ങിൽ നമ്മളെങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കണേ? ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. തേർഡ് പോയിന്റ് നോക്കിയേ, ഫിക്സഡ് കോസ്റ്റ് ഈസ് ഹൈ ഇൻ കേസ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. അതെന്താ ഹൈ ആവാൻ കാരണം? ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എടുക്കാം, വണ്ടി വാങ്ങിയ ചിലവ്, അല്ലേ, അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ്, അതൊക്കെ എന്താണ്? വെരി ഹൈ ആണ്, കൂടുതലാണ്. അതേസമയം യൂണിറ്റ് കോസ്റ്റിങ്ങിൽ മെഷീനറി വാങ്ങണ കോസ്റ്റൊക്കെ ആയിരിക്കും വരാം. അത് എത്രത്തോളം വലുതാണോന്നില്ല, അതിലും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റണ്ണിങ് എക്സ്പെൻസ് വരും, ഇത് റോ മെറ്റീരിയൽ വാങ്ങേണ്ട കോസ്റ്റൊക്കെ വരാം. സോ ഫിക്സഡ് കോസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ ആസ് കമ്പയർഡ് ടു സർവീസ് കോസ്റ്റ്. Then in case of proportion of direct material, in case of total cost, proportion of direct material in total cost. In case of service costing, proportion of direct material cost is low, കുറവാണ്. അതായത് നമുക്കൊരു പ്രൊഡക്ഷൻ അവിടെ എന്ത് വേണമെന്ന് നിർബന്ധമില്ല, ഈ ഡയറക്റ്റ് മെറ്റീരിയൽ വേണമെന്ന് നിർബന്ധമില്ല, അല്ലേ. അവിടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആകുമ്പോൾ ആ സർവീസസിന് മെറ്റീരിയൽ വെച്ച് നമ്മൾ വേറെ പ്രൊഡക്ഷനൊന്നും നടത്തണില്ലല്ലോ. അപ്പോൾ അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ളത് വളരെ കുറവാണ്. അതേസമയം യൂണിറ്റ് കോസ്റ്റ് ആകുമ്പോൾ പ്രൊപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ളത് ഹൈ ആയിരിക്കും. ടോട്ടൽ കോസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയലിന് വരുന്ന ചിലവായിരിക്കും. അപ്പോൾ the main difference between service costing and unit costing are service costing use compound cost unit, unit costing use simple cost unit. Costs are analyzed into fixed and variable in case of service costing, but in case of unit costing, costs are classified into prime cost, factory cost, cost of production. In service costing, fixed cost is very high, but in unit costing, fixed cost is very low പറഞ്ഞാൽ മതി. And in fourth case, the proportion of direct material cost in total cost is very low in case of service costing, but in case of unit costing, the proportion of direct material is high. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇതാണ് മെയിനായിട്ട് അതിൻ്റെ തിയറി പാർട്ട് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലം പാർട്ടിലേക്ക് പോകാം. നമുക്ക് ഈ ചാപ്റ്ററിൽ, അതായത് സർവീസ് കോസ്റ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പഠിച്ചു. ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, സ്കൂൾസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ നോക്കിയത്
ഹോട്ടൽസ്, ക്യാൻറ്റീൻസൊക്കെ നോക്കിയിരുന്നു. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് ചിലവ് കണക്കാക്കുക എന്നുള്ളത് മാത്രമേ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ നോക്കുക? ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടാൻ വരുന്ന ചിലവ് അല്ലേ, ഇങ്ങനെയല്ലേ നോക്കുക. റണ്ണിങ് എക്സ്പെൻസസ്, മെയിൻറ്റെയിനിങ് എക്സ്പെൻസസ് ആണ് മെയിനായിട്ട് വരുന്നത്. റണ്ണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സ്പെൻസസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് ടു നോ or understand or calculate the operating cost of running a vehicle per kilometer. ഒരു വണ്ടി ഓടാനായിട്ട് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് നിങ്ങൾ ടൂർ പോകുമ്പോൾ വണ്ടി വിളിക്കും ഇല്ലേ, ആ വണ്ടി എത്ര കിലോമീറ്റർ ഓടാനായിട്ട് എത്ര രൂപ ചിലവാകും? അപ്പോൾ 1,00,000 രൂപ ചിലവാകുമെന്നുണ്ടെങ്കിൽ ആ 1,00,000 ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കുക. 10 കുട്ടികളാണെങ്കിൽ ഡിവൈഡഡ് ബൈ 10, അപ്പോൾ 10,000 രൂപ ഓരോ കുട്ടിക്കും ചിലവെന്ന് പറഞ്ഞാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് റണ്ണിങ് എ വെഹിക്കിൾ പെർ കിലോമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ എന്താ? കൺട്രോൾ കോസ്റ്റ് ആൻഡ് അവോയ്ഡ് വേസ്റ്റേജ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ, വേസ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ വണ്ടിക്ക് പെട്രോൾ കൂടുതൽ അടിക്കണം, അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിൻ കേടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കില്ലേ. അപ്പോൾ അതാണ് വേസ്റ്റേജ് അവോയ്ഡ് ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കമ്പയർ കോസ്റ്റ് വിത്ത് പ്രീവിയസ് പീരീഡ്സ്. ഇപ്പോൾ ഈ പ്രാവശ്യം വണ്ടിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് എന്താ പറയുക, മൂന്നാർക്ക് പോകാൻ വണ്ടിക്ക് ഇത്ര രൂപ ചിലവായി, തൊട്ട് ഒരു 2-3 ദിവസം മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപ വണ്ടിക്ക് മാത്രം ചിലവായി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാനായിട്ട് കോസ്റ്റ് കമ്പയർ ചെയ്യാൻ. കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ട്രാവൽ വെച്ചാകാം, പീരീഡ് വെച്ചൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ എൻഷുർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വെഹിക്കിളിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ നോക്കാനായിട്ട്. എന്താ അത് കറക്റ്റ് ടൈമിലാണോ, അതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻഷുർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വെഹിക്കിൾ. ദീസ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടു നോ ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് റണ്ണിങ് എ വെഹിക്കിൾ പെർ കിലോമീറ്റർ, ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, to compare cost with previous periods, to ensure proper utilization of vehicle. ഇതാണ് പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ്സ്. ദെൻ എങ്ങനെയാണ് ഇത് നമ്മൾ ഇത്രയും പഠിച്ചത് അതിൻ്റെ തിയറി പാട്ടാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കിയാൽ, സർവീസ് കോസ്റ്റിംഗ് എന്താണെന്നൊക്കെ ചോദിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കണേന്നാണ്. ദാറ്റ് ഈസ് എപ്പോഴും കോസ്റ്റിങ്ങിൽ നമ്മളെപ്പോഴും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടല്ലേ പഠിക്കുക. അതേപോലെ തന്നെ സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്താ സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പർട്ടിക്കുലേഴ്സ് കോളമുണ്ട്, ഒരു ടോട്ടൽ കോളമുണ്ട്, ഒരു കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കോളമുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വരുന്ന ചിലവിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചേക്കുക. ഫിക്സഡ് ആൻഡ് സ്റ്റാൻഡിങ് ചാർജസ്, ദാറ്റ് ഈസ് ഫിക്സഡ് ചാർജസ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും നമുക്ക് വരുന്ന ചിലവ് അല്ലേ, ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. മെയിൻ്റനൻസ് ചാർജസ്, ഓപ്പറേറ്റിംഗ് ചാർജസ്. ഇപ്പോൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്, മെയിൻ്റനൻസ് ചാർജസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ചാർജസ്. അതിൽ ഫിക്സഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും വരുന്ന ചിലവ്. ഇപ്പോൾ ലോക്ക്ഡൗണിൽ കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ടാക്സ് ഒഴിവാക്കി തരണം അല്ലേ, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ അല്ല ലൈസൻസ് ഫീയുടെ ഇത് റെഡ്യൂസ് ചെയ്ത് തരണമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതാണ് ഫിക്സഡ് ചാർജ്. നമ്മൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് റോഡ് ടാക്സ്, ലൈസൻസ് ഫീസ്, ഇൻഷുറൻസ്, ഗ്യാരേജ് റെൻറ്റ്. വണ്ടി എവിടെയാണ് ഇടുന്നത് അതിന് റെൻറ്റ് കൊടുക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ എൻ്റെ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിൽ വരും. അതിൻ്റെ ടോട്ടൽ ചെയ്യണം. സെക്കൻഡ് വൺ മെയിൻ്റനൻസ് ചാർജ്. വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്, ടയർ മാറ്റണം, പെയിൻറ്റ് ചെയ്യണം, റിപ്പയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് മാറ്റാണ്, സ്പെയർ പാർട്സ് മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെയിൻ്റനൻസ് ചാർജിൽ കൊടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം. പിന്നെ ഓപ്പറേറ്റിംഗ്, ഡെയിലി ഓടണമെങ്കിൽ പെട്രോൾ അടിക്കണം, അതിന് ഓയിൽ വേണം, വേസ്റ്റേജസ് ഉണ്ടാവും, ക്ലീനേഴ്സിന് വേജ് കൊടുക്കണം, ഡ്രൈവർക്ക് വേജ് കൊടുക്കണം അല്ലേ. ഇതെല്ലാമാണ് ഓപ്പറേറ്റിംഗ് ചാർജസിൽ വരിക. അപ്പോൾ
ആയിട്ട് നമ്മളുടെ ടോട്ടൽ എക്സ്പെൻസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിക്സഡ്, മെയിൻ്റനൻസ്, ഓപ്പറേറ്റിംഗ്. ഇതിൻ്റെ ടോട്ടൽ ദ അഗ്രഗേറ്റ് ഓഫ് ഫിക്സഡ് ചാർജസ്, മെയിൻ്റനൻസ് ചാർജസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുക, സർവീസ് കോസ്റ്റ് എന്ന് പറയുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇത് ഒരു 5 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നതാണ് സർവീസ് കോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ എഴുതാൻ സ്ഥലമില്ലാത്തതാണ് മിസ് ഒരു 4 എക്സാമ്പിൾ വെച്ച് തിരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു PDF ആക്കിയിട്ട് ഫുൾ അതിൻ്റെ ഫോർമാറ്റിന് ഇട്ട് തരാം. നിങ്ങൾ ഇന്നത്തെ ചെയ്യേണ്ടത് ഇത്ര എടുത്ത നോട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എന്നാൽ മാത്രമേ മിസ് അറ്റൻഡൻസ് ഇടുള്ളൂ. പിന്നെ ഈ ഫോർമാറ്റ് ഇപ്പം തന്നെ ഞാൻ അയച്ചുതരാം. ആ അയച്ചു തരണ ഫോർമാറ്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ ഫോർമാറ്റ് എഴുതേണ്ട, അയച്ചു തരണ ഫോർമാറ്റ് മാത്രം എഴുതുക. എന്നിട്ട് അതപ്പം നോട്ട് എഴുതി ഒരു കുറച്ച് നേരമല്ലേ, ഒരു 10-15 മിനിറ്റിൻ്റെ ഈ വീഡിയോ കാണണം. 20 മാക്സിമം 20 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അത്രയും നേരം ഒന്ന് നോട്ട് എഴുതിയിട്ട് ആ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ അയച്ചു തരാം കേട്ടോ.